8 വയസ്സേ ആയിട്ടുള്ളൂ, കുഞ്ഞു കുട്ടിയാണ്. അവന്റെ ഫസ്റ്റ് റേസിൽ ബാൻഡോസിൽ അവൻ വീണു. ഫ്ലൈ അടിക്കുമ്പോൾ താഴെ വീണ ആ വീണെടുത്ത് എഴുന്നേറ്റ് അവൻ വണ്ടി സ്റ്റാർട്ടാക്കി ഓടി അവൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോട്ടോക്രോസ് ഒഫീഷ്യൽ ഓടിക്കുന്ന 3 കുട്ടികളും ഇപ്പൊ നാഷണൽസിന്റെ കഴിഞ്ഞ 2 റൗണ്ടിൽ നാസിക്കിലും വഡോദരയിലും പോയ ഏക മലയാളി ഇവനാണ്. മാസി ഷാക്കിർ ഫ്രം കേരള എന്ന് പറഞ്ഞു. അങ്ങനെ മാസി ഷാക്കിർ കണ്ണൂർന്ന് ഇരുട്ടി നൽകും. റോഡിൽ ഇറങ്ങുന്ന വണ്ടിക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോട്ടോക്രോസ് വണ്ടികൾ ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടും അതിനും ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബ്രേക്കും ടയർ വരെ പുത്തനായിരിക്കണം. ഈ പെട്രോളും പൈപ്പിന്റെ അവിടെ ടാഗ് വരെ അടിക്കണം, കാരണം പെട്രോൾ അതിലേക്കൂടെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റൈഡർ ആണെങ്കിൽ ഇപ്പൊ ഇവനെ നിങ്ങൾ കണ്ടു ബൾക്കായിട്ടിരിക്കുന്നുണ്ടോ. ഇതിൽ കയ്യിൽ ആമർ ഉണ്ട്, കാലിനുണ്ട്, ബൂട്ട് ഉണ്ട്, ചെസ്റ്റ് പാഡ് ഉണ്ട്, കിഡ്നി പ്രൊട്ടക്ടർ വരുന്നുണ്ട്, ജേഴ്സി വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ക്രാക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഗ്ലൗസ് ഇല്ലാതെ റേസിന് ഓയിൽ അവർ ഓടിക്കാൻ പാടില്ല. ഇല്ല 5-6 ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടിക്കുണ്ട്. പിന്നെ ഏകദേശം 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ആക്സറീസ് ആഡ് ചെയ്യുന്നത്. അത് കാണാനുള്ള മുഞ്ചിനല്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആക്സറീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ പ്രാക്ടീസ് ഇവന് ചെറിയ വണ്ടിയായിരുന്നു. ഭൈരവ് എന്നാണ് നല്ല ഓടിക്കുന്ന പയ്യനാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓടിക്കുന്നതാണ്. അവന്റെ വണ്ടിയായിരുന്നു. അവൻ ഈ വണ്ടി എടുത്ത് ഇവന്റെ മുമ്പിൽ ഓടിച്ചപ്പോൾ ഇവന് പേടിയായി. പിന്നെ ഇവൻ ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവനോട് സംസാരിച്ചു, അവന്റെ വണ്ടി തന്നെ വാങ്ങിച്ചു. നമ്മളിന്ന് കണ്ണൂർ ഇരിട്ടിയില് മല്ലു ട്രാവലറുടെ വീടൊക്കെ കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് വീടിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറെ സംഭവം ഇവിടെ ഉണ്ട്. ഒരു പുതിയ താരോദയം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയത്. ഇത് മല്ലുവിന്റെ മോനാണ് മാസി. മാസിദാ ഇത് ഈ വണ്ടിയുടെ ഒക്കെ പേര് തന്നെ എനിക്ക് വായി കിട്ടൂല. എന്താ ഹസ്കി പറഞ്ഞോ? ഹസ്കവർണ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇത്. നല്ല വിലയുള്ള വണ്ടിയാണ്. 5-6 ലക്ഷം. 5-6 ഇത് ശരിക്കും പറഞ്ഞ 9 കോടി രൂപയുണ്ട്. കുറച്ച് താത്തി പിടിക്കൂടാ 9 കോടി ഇല്ല. അല്ല അവര് പറഞ്ഞ ഏകദേശം കണക്ക് ശരിയാണ്. ഏകദേശം 3 ലക്ഷം രൂപയുടെ അല്ല അവർ പറഞ്ഞ കണക്ക് കോടിയന്മാര് ലക്ഷത്തിൽ പിടിക്കാം. 5-6 ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടിക്കുണ്ട്. പിന്നെ ഏകദേശം 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ആക്സറീസ് ആഡ് ചെയ്യുന്നത്. അത് കാണാനുള്ള മുഞ്ചിനല്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആക്സറീസ് ആഡ് ചെയ്യുന്നത് പെർഫോമൻസിനും. എത്ര കാലമായി ഈ വണ്ടി ഓടിക്കുന്ന മാസി? ഒരു 3 ആഴ്ച. 3 ആഴ്ചയല്ല 3 മാസം. ഒരു ആഴ്ചയും മാസവും ലക്ഷം കോടിയൊക്കെ മാറിപ്പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണേ. 3 മാസമായിട്ട് ഈ വണ്ടി ഓടിച്ച് പഠിക്കണ്ടോ? ആണോ? ഈ വണ്ടിയിലെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ കാര്യം എന്താ? ഇത് ഓടിക്കാനാണോ? നമ്മൾ ഒരു ബൈക്ക് റേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളി ഫാമിലിക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്രൊഫഷനാണ് അല്ലേ? കുട്ടി ബൈക്കൊക്കെ ഓടിക്കുക, വല്ലയിടത്തും പോയി മറിഞ്ഞു വീഴുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം വേറെ എന്തൊക്കെ സ്പോർട്സ് ഐറ്റം ഉണ്ട്, അതിനകത്തൊക്കെ കുട്ടിയെ വിട്ടുകൂടെ? എന്തുകൊണ്ട് ഇങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തു? അതില് ഇവന് ഓരോരുത്തരും അവൻ പ്രൊഫഷൻ ഒന്നും പറയാൻ പോലും ആയില്ല. അവൻ 8 വയസ്സേ ആയിട്ടുള്ളൂ, കുഞ്ഞു കുട്ടിയാണ്.